1999 ഈ ഒരു സ്കൂളിൻ്റെ പേര് മഹാരാജ ജാമ സാഹേബ് ദിഗ്വിജയ് സിംഗ് എന്നുള്ള പേരാക്കുന്നത്. കാരണം ആ ഒരു മഹാരാജാവിനോടുള്ള ഒരു നന്ദിയുടെ ഭാഗമായിട്ടാണ്. ഇങ്ങനെയുള്ളൊരു സെറ്റപ്പ് നമ്മുടെ നാട്ടിൽ തുടങ്ങിയാൽ ചിലപ്പം വിജയിക്കും, പക്ഷെ സർവീസ് ചെയ്യണം. മെയിൻ്റനൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. തുടങ്ങിയിടാൻ ആർക്കും പറ്റും. അതുകൊണ്ടാണ് ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞ ദിവസം ഒരു പണി കിട്ടി, ചുമ്മാ വായ തുറന്ന് വെച്ചേനു. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഉള്ളത് പോളണ്ടിലെ വാർസോയിലാണ്. ഒരു ഓട്ടോറിക്ഷ പോലത്തെ ഒരു സംഭവം കണ്ടോ? ഒരു പകുതി ഓട്ടോറിക്ഷ, ഒരാൾക്ക് മാത്രം ഇരിക്കാൻ പറ്റിയ ഒരു ഓട്ടോറിക്ഷ പോലത്തെ ഒരു സംഭവം. പെട്ടെന്ന് കണ്ട ഓട്ടോ പോലെ ഉണ്ട്, പക്ഷേ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരിത്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ കുറേ സൈക്കിളുകൾ നമുക്ക് എന്താ പറയുക, കാർഡ് ഉപയോഗിച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ സൈക്കിളുകളാണ്. പബ്ലിക് സൈക്കിളുകൾ, ഇലക്ട്രിക് സൈക്കിളുകളാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ്, അതിൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു സംഭവമാണ്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ തുടങ്ങാറുണ്ട്, പക്ഷേ അതിനൊന്നും ഒരു മെയിൻ്റനൻസും ചെയ്യാതെ അവസാനം തുരുമ്പെടുത്ത് നശിച്ച് നാറാണക്കല്ലെടുക്കലാണ് സാധാരണ. നമ്മളെവിടെ നോക്കിയാലും മതി, തുടങ്ങിയതൊക്കെ തുരുമ്പെടുത്ത് നാശമാവുക എന്നല്ലാതെ ഇവിടെ തുടങ്ങിയതൊന്നും ഒരു കുഴപ്പമില്ല. എപ്പോഴും സർവീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ബാറ്ററി മാറ്റിക്കൊണ്ടിരിക്കും. അവർ വന്ന് ഇതിൻ്റെ ബാറ്ററിയൊക്കെ മാറ്റി പുതിയ ബാറ്ററി ഇട്ടിട്ടാണ് പോകുന്നത്. ഇതാ പുതിയ ബാറ്ററി, ഇതാ അവിടെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നോർമലി ചവിട്ടുന്നതാണെന്ന് തോന്നുന്നു, നോർമൽ. പക്ഷേ ഇത് ബാറ്ററിയാണ്, കാണുന്നത് ബാറ്ററിയാണ്. 2 ബാറ്ററി താഴെ വെച്ചതുണ്ടോ, അത് റീപ്ലേസ് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ട് പോകും. കാർഡ് ഉപയോഗിച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് ഓടിക്കാൻ പറ്റുക. അൺലോക്ക് ചെയ്യണമെങ്കിൽ കാർഡ് ഉപയോഗിച്ചിട്ട് അൺലോക്ക് ചെയ്യാം. പുള്ളിയുടെ ഇതിൻ്റെ ഉള്ളിൽ ഫുൾ സർവീസും കാര്യങ്ങളൊക്കെയാണ്, ടൂൾസൊക്കെ എടുത്ത് ഇരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു സെറ്റപ്പ് നമ്മുടെ നാട്ടിൽ തുടങ്ങിയാൽ ചിലപ്പം വിജയിക്കും, പക്ഷെ സർവീസ് ചെയ്യണം. മെയിൻ്റനൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. തുടങ്ങിയിടാൻ ആർക്കും പറ്റും, കുറച്ച് ഫണ്ട് ഉപയോഗിച്ച് തുടങ്ങിയിടാൻ ആർക്കും സാധിക്കും, പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്ത് വൃത്തിക്ക് കൊണ്ടുനടക്കുക എന്നുള്ളതാണ് ടാസ്ക്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമ്മുടെ നാട്ടിൽ ചെയ്യാവുന്നൊരു കാര്യമാണ്. സർവീസ് മൊബിലിറ്റി. ഇതാണ് ആ സ്കൂള്. ഇതിൻ്റെ പേര് ബെർണാഡ്സ്ക. മഹാരാജാവിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ആ പേര് കൊടുക്കാനൊരു കാരണമുണ്ട്. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ടൈമിൽ ഇവിടെ എല്ലാ ആളുകളെയൊക്കെ കൊന്നൊടുക്കുന്ന സമയത്ത് കുറേ ഓർഫണായിട്ടുള്ള കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഇന്ത്യയിൽ കൊണ്ടുപോയി അവിടെ അവർക്ക് പഠിക്കാനും താമസിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത്, പിന്നെ അവർ വലുതായപ്പം തിരിച്ചിങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് കുറേ പേര്. അപ്പം ആ സമയത്ത് ഇവിടെ വന്നതിന് ശേഷം 1999 ഈ ഒരു സ്കൂളിൻ്റെ പേര് മഹാരാജ ജാമ സാഹേബ് ദിഗ്വിജയ് സിംഗ് എന്നുള്ള പേരാക്കുന്നത്. കാരണം ആ ഒരു മഹാരാജാവിനോടുള്ള ഒരു നന്ദിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു കോളേജിന്, ഈ ഒരു സ്കൂളിന് ആ ഒരു പേരിടുന്നത്. നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ സൈക്കിളൊക്കെ കാണാം. അതെൻ്റെ സൈക്കിള് ഇതിനുള്ളിലാണ് വെച്ചത്. ഇവിടെ കയറി വരുമ്പം തന്നെ കുറേ ചെസ് ബോർഡുകൾ കാണുന്നുണ്ട്. ഇവിടെ ഫ്രീ ടൈമിൽ സ്റ്റുഡൻസ് ഇവിടെ ഇരുന്നിട്ട് ചെസ്സ് കളിക്കും. ഇവിടെ കോമ്പറ്റീഷനൊന്നുമല്ല, ചുമ്മാ ഫ്രീ ടൈമിൽ കളിക്കാനുള്ളതാണ്. പിന്നെ ഇതാ ആ മഹാരാജാവിൻ്റെ ചിത്രമാണിത്. ഇദ്ദേഹമാണ് ഇവിടുത്തെ ഓർഫൻസിനെ കൊണ്ടുപോയിട്ട് 1895 to 1966 ഇവിടുത്തെ
വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പോളണ്ടിലെ സ്കൂളിൽ ഇന്ത്യൻ്റെ മാപ്പ്, അത് അടിപൊളിയല്ലേ? ഇതാണ് സ്കൂളിൻ്റെ. നമുക്കിനി ഉള്ളിലേക്കൊന്നും എടുക്കാൻ പെർമിഷൻ ഇല്ല, ഫ്രണ്ടിൽ മാത്രമാണ്. Jestem. We have a surprise for you. Please come in. I'm going to call my class. Okay? You have more students coming. I hope so. Hi. So I just made short introduction that you are doing it very inspirational for everyone, because it's very rare that you meet somebody who very rare that These are my Spanish students, but today they will be learning something as well. ഇത് സ്കൂളിൻ്റെ ക്യാൻറ്റീനാണ്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം ക്ലോസ് ആയിട്ടുണ്ട്. 2 മണിക്ക് ക്ലോസ് ചെയ്യുമ്പോൾ. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു വെജിറ്റേറിയൻ കാസറോൾ റെഡിയാക്കിയിട്ടുണ്ട്. How about this? Is okay? Yeah. Just, you want some fresh salad? ഞാൻ താമസിക്കുന്ന ബിൽഡിംഗ് ഇതാണ്. നമ്മുടെ ആഷിക്കിൻ്റെ കൂടെ, KMCCയുടെ ആഷിക്കിൻ്റെ കൂടെയാണ് താമസം. കുറേ ദിവസമായി അവൻ 4 ദിവസം എന്ന് പറഞ്ഞ് വന്നതാണ്. ഇപ്പോൾ ഏകദേശം 8 ദിവസത്തോളമായി, 7 ദിവസം 8 ദിവസം കണ്ടായി. നല്ല അടിപൊളി ഏരിയ ആണ്, റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഒരുപാട് ഫാമിലീസ്, ഇപ്പോൾ നല്ല വെതറായതുകൊണ്ട്, വെതർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറുങ്ങനെ തണുപ്പുണ്ട്, പക്ഷേ നല്ലൊരു അടിപൊളി വെതറാണെന്നൊക്കെ. ഇപ്പോൾ ഒരുപാട് കുട്ടികളും എല്ലാവരും നല്ല കളിയിലാണ്. ഇവിടെ ഒരു പാർക്കുണ്ട്. ഇവിടുന്ന് മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇല ഇങ്ങനെ തൊഴിയുന്നുണ്ട്, ഇല കൊഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇടയ്ക്ക് ആൾ വന്ന് ക്ലീനാക്കി പോകുന്നുണ്ട്. എന്നാലും ഒരുപാട് ഇലകൾ ഇങ്ങനെ നിലത്ത് കാണുന്നത്. ആ പാർക്കിൻ്റെ ഉള്ളിൽ ആരും ക്ലീൻ ആക്കിയിട്ടില്ല, അതുകൊണ്ട് ഒരുപാട് ഇല ഉണ്ട് പാർക്കിൽ. അടിപൊളി. ഒരു മാസം കൂടി കഴിഞ്ഞാൽ പിന്നെ ആർക്കും പുറത്തിറങ്ങാൻ കഴിയില്ല. ഫുൾ ഐസ് തണുപ്പുമായിട്ട് ആർക്കും പുറത്തിറങ്ങാൻ കഴിയില്ല. ഇപ്പം നല്ല അടിപൊളി വെതറായതുകൊണ്ട് എല്ലാവരും നല്ല കളിയിലാണ്. ഇപ്പോഴാണ് ഇവിടുത്തെ പെർഫെക്റ്റ് ടൈം പുറത്തിറങ്ങാനും പാർക്കിൽ പോയിരിക്കാനും സൈക്കിൾ ഓടിക്കാനൊക്കെ പറ്റിയ പെർഫെക്റ്റ് ടൈമാണ്. ഞാൻ താമസിക്കുന്നത് 4ാമത്തെ നിലയിലാണ്. 4ൽ. ഓക്കെ, ഫുൾ പാക്കായി. ഇനിതാ നേരെ ബെർലിനിലേക്ക് ഒരു 10-600 കിലോമീറ്റർ ഉണ്ട്. എൻ്റെ ഇടയ്ക്ക് ഒരു പൊസ്നാൻ എന്ന് പറയുന്ന സിറ്റി ഉണ്ട്, അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ തുടങ്ങിയാലോ? അപ്പോൾ ശരി. ഇന്ന് ഞാൻ സൈക്കിൾ ട്രാക്കാണ് സെലക്ട് ചെയ്തത്. കാണിച്ചു തരുന്ന വഴി ഇതാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. ഒളിച്ച് കളിക്കുകയല്ല.
ഇനിയും കേട്ടോ ഞാൻ സൈക്കിൾ ട്രാക്ക് മാറ്റിയിട്ടേ വേറെ ഏതെങ്കിലും ഇതാക്കട്ടെ, അല്ലെങ്കിൽ ഞാനിങ്ങനെ വളഞ്ഞും തിരിഞ്ഞും പല വഴിക്ക് പോകേണ്ടി വരും. പക്ഷെ നല്ല അടിപൊളി സ്ഥലം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാം. വഴിക്ക് പോകണ്ടേ, ഈ വഴി എടുക്കാം. ഈ ഒരു ടെമ്പറേച്ചർ ഈ ഒരു ഇതിൽ തന്നെ കിട്ടണ ഒരു 2 ആഴ്ചയും കൂടി, തണുപ്പൊന്നും കൂടരുത്. രാത്രി ടെമ്പറേച്ചർ വളരെ കുറയുന്നുണ്ട്. മിക്കവാറും ടെൻറ്റിൽ ഞാൻ കഷ്ടപ്പെടും. മൈനസ് ആവാതിരുന്നാൽ മതിയായിരുന്നു.